നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ നസർ ഇന്ന് AFC ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ അൽ ഫൈഹയാണ്. രാത്രി ഇന്ത്യൻ സമയം 11:30 അൽ നസറിൻ്റെ മൈതാനമായ അൽ അവാൽ പാർക്ക് സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. ആദ്യപാദ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചതുകൊണ്ട് ഈ മത്സരം സമനിലയായാൽ പോലും അൽ നസറിന് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റും. പക്ഷേ വിജയത്തിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ ഈ ഒരു മത്സരത്തിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നില്ല. വിജയിക്കുക, മുന്നോട്ട് പോവുക. ഇത്തവണ AFC ചാമ്പ്യൻസ് ലീഗ് കിരീടം തന്നെയാണ് ടീമിൻ്റെ ലക്ഷ്യമെന്ന് ഇന്നലെ കോച്ച് ലൂയിസ് കാസ്ട്രോ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ക്രിസ്ത്യാനോ റൊണാൾഡോ 2024 തൻ്റെ ആദ്യ 2 കളികളിലും ഗോളടിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ കളിയിലും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. ഈ മത്സരത്തിനായിട്ട് ഇപ്പോൾ ആരൊക്കെയായിരിക്കും കോച്ച് കളിക്കളത്തിലേക്ക് ഇറക്കുക എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ്. ഫോറിനേഴ്സ് 6 പേരെയാണ് മത്സരത്തിൽ കളിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതിൽ ടാലിസ്കെ ഇല്ല എന്നൊരു വാർത്ത ഇന്നലെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഗോൾ കീപ്പർ നമുക്കറിയാം, ഓസ്പിന പരിക്കേറ്റ് പുറത്ത്, അതുപോലെ നെജർ പുറത്ത്, നവാഫ് അൽ അഖീദിക്ക് വിലക്ക്. അങ്ങനെയുള്ള ഘട്ടത്തിൽ വലീദ് കളിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അൽ നസറിൻ്റെ പ്രോബിൾ ലൈനപ്പ് നോക്കിയാണ്. ഗോൾ കീപ്പറായിട്ട് വലീദ്, ഡിഫൻസിൽ ലപ്പോട്ടയും അലംബ്രയും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ, ഇരു പാർശ്വങ്ങളിലായിട്ട് ലജാമിയും അസീസ് ബഹിച്ചും കളിക്കാനാണ് സാധ്യത. മധ്യനിരയിലേക്ക് വരുമ്പോൾ അൽ കൈബരി, ഒറ്റാവിയോ, ബ്രസോവിച്ച് എന്നിവരുണ്ടാകും. മുന്നേറ്റങ്ങൾ നയിക്കാൻ സാദിയോ മാനെ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഐമൻ എന്നിവർ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അൻഡേഴ്സൺ ടാലിസ്കയെ ഇന്ന് പുറത്തിരുത്തുന്നു. ടാലിസ്കയോട് ലൂയിസ് കാസ്ട്രോ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് സാദിയോ മാനയെ ഞാൻ പ്രിഫർ ചെയ്യുന്നു, കാരണം അദ്ദേഹം ഫുൾ ബാക്കുമാരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല അറ്റാക്കിംഗ് പ്ലേയിലെ പ്രൊഫഷൻസി കൂടി പരിഗണിച്ച് ടാലിസ്കയെ പുറത്തിരുത്തി സാദിയോ മാനയെ കളിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ ലൂയിസ് കാസ്ട്രോ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നും സൗദി അറേബ്യൻ മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.